ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ഹുസൈൻ എന്ന വ്യക്തി തട്ടിപ്പ് നടത്തുന്ന രീതി എൻ്റെ അന്വേഷണത്തിൽ അറിഞ്ഞത് ഞാൻ വിശദമായി എഴുതുന്നു. ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നത് എനിക്ക് ബോധ്യമാണ്. അതിൽ ഒരുപാട് പേർ അത് തെളിവുകൾ സഹിതം എനിക്ക് അയച്ചു തരികയും അതിൻ്റെ റിപ്പോർട്ട്സും അതിൻ്റെ എല്ലാത്തരം തെളിവുകളും അയച്ചു തരികയും അവർ നേരിട്ട് അപ്പം എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്കറിയാൻ സാധിച്ചത് ഞാൻ വിശദമായി പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവില്ലാത്ത ആളുകളെയാണ് ഇരയായി തിരഞ്ഞെടുക്കുക. ഹുസൈൻ പറയുന്ന കള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത, ചിന്തിക്കാൻ ശ്രമിക്കാത്ത, പണവും ബന്ധവും ജീവിതത്തിൽ വലിയ ആഗ്രഹവും മോഹവുമുള്ള, തൊഴിലിൽ ആത്മാർത്ഥതയുള്ള, സാമൂഹികപരമായ രീതിയിൽ അന്തസ്സും അഭിമാനവുമുള്ള ആളുകളാണ് ഇരകളായി ഹുസൈൻ തിരഞ്ഞെടുക്കുക. പാവത്തിനെ പോലെ തുടക്കം പെരുമാറും. ഇരകളുടെ സ്വഭാവം, അവരുടെ രീതി, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നിവ ചോദിച്ച് മനസ്സിലാക്കി അവരുമായി ഒരു സൗഹൃദം എന്ന പോലെ ആദ്യം സംസാരിക്കും. എന്നിട്ട് ഇരകളുടെ കയ്യിൽ പണമുണ്ടോ, ബന്ധമുണ്ടോ, സ്വത്തുക്കളുണ്ടോ എന്നറിയുവാൻ സാധിക്കുന്ന തരത്തിൽ വർത്തമാനം തുടങ്ങും. ഇരകളുടെ ആഗ്രഹം എന്താണെന്ന്, അവരുടെ ബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കും. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. ഇരകളെ പതിയെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് പ്രഷറാക്കും. ഇരകൾ പണം നൽകിയില്ല എങ്കിൽ ഒരടി ഇരയ്ക്കും ഹുസൈനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കും. അമിതമായ പ്രഷർ വരുമ്പോൾ സമ്മർദ്ദം കൊണ്ട് അഭിമാനമുള്ളവർ ഹുസൈൻ ഉണ്ടാക്കുന്ന കെണിയിൽ വീഴും. അവിടെ ഹുസൈൻ അവരുടെ പണം കൈക്കലാക്കും. ഒരു തവണ പണം നൽകിയ ആൾ സമ്മർദ്ദം കൊണ്ട് പണം നൽകി എന്ന് മനസ്സിലായാൽ വീണ്ടും വീണ്ടും പലവിധ കാരണങ്ങൾ കള്ളം പറഞ്ഞ് സമ്മർദ്ദം ഉണ്ടാക്കി പണം തട്ടിയെടുക്കും. ഹുസൈൻ കൈക്കലാക്കിയ പണം കൊണ്ട് ഉന്നത നിലയിൽ ജീവിക്കുന്ന ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അവർക്ക് ആവശ്യമായ പണം താൻ നൽകാമെന്ന വാഗ്ദാനം കൊടുക്കും. അവരുമായി പാർട്ട്ണർഷിപ്പായി ബിസിനസ് ചെയ്യാമെന്ന വാഗ്ദാനം നൽകി അവരുടെ സ്ഥാപനം കൈക്കലാക്കും. കയ്യിലുള്ള പണം കൊണ്ട് പെണ്ണുങ്ങളെ വിലയ്ക്ക് വാങ്ങി അവരെ മൃഗീയമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരുടെ വീഡിയോ എടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും മാനസികമായി തളർത്തി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അടിമയെപ്പോലെ ആക്കുകയും ചെയ്യും. പണം കയ്യിലുള്ള ഹുസൈൻ അടുത്ത ലെവൽ തട്ടിപ്പ് എന്നത് കയ്യിലെ പണം എടുക്കാതെ വീണ്ടും ദാരിദ്ര്യം പറഞ്ഞ് അടുത്ത ഇരകളെ കണ്ടെത്തും. മറ്റൊരു വശത്ത് താനൊരു പണക്കാരനാണെന്ന് ധരിപ്പിച്ച് ബിസിനസ് ആളുകൾക്ക് ആവശ്യമായ സഹായം നൽകാമെന്നും ആവശ്യമായ പെണ്ണുങ്ങളെ നൽകാമെന്നും വാഗ്ദാനം നൽകും. ബിനാമി പേരിൽ സ്ഥലം വാങ്ങുകയും മറ്റുള്ളവരുടെ ബിസിനസ്സിൽ പാർട്ട്ണറാവുകയും അതുവഴി അടുത്ത ലെവൽ ഓഫ് തട്ടിപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്യും. തട്ടിപ്പ് നടത്താൻ കൃത്യമായ ട്രെയിനിങ് കിട്ടിയ വ്യക്തിയാണ് ഹുസൈൻ. അതുകൊണ്ട് ഇരകളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഹുസൈനുണ്ട്. തൻ്റെ ആവശ്യങ്ങൾക്ക് അവരെ എന്തൊക്കെ കള്ളം തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിയന്ത്രിക്കാൻ ഹുസൈൻ എന്ന ആൾക്ക് പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ നിയമത്തിൻ്റെ ചില പോരായ്മകൾ മിസ്യൂസ് ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്താൻ സാധിക്കുമെന്ന ട്രെയിനിങ് ഹുസൈന് കിട്ടിയിട്ടുണ്ട്. ആയതിനാൽ ഹുസൈൻ പറയുന്ന കള്ളക്കഥകൾക്ക് തെളിവുകൾ ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. സത്യസന്ധമായ ഒരു തെളിവും ഹുസൈൻ്റെ കൈവശം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന ആർക്കും ഹുസൈൻ എന്ന വ്യക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നിയമത്തിനു മുന്നിൽ ഹുസൈൻ എത്തിയാൽ മാത്രമേ അവൻ പല സ്ഥലങ്ങളിലായി നിരവധി തട്ടിപ്പ് നടത്തിയത് അറിയുവാൻ സാധിക്കൂ. ജാഗ്രത പാലിക്കുക. ഇതാണ് ഹുസൈൻ അറോണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ. എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ജാഗ്രത പാലിക്കുക.